ജയ്, വണ്ടി നിർത്താതെ ഓടിക്ക് ജയ്. ജയ്, നിങ്ങളുടെ കയ്യിലുള്ള ഗണ്ണിങ് എടുക്ക. തരാനാ പറഞ്ഞത്. തരാൻ. വിധി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ തോക്ക് നിങ്ങളുടെ തലയ്ക്ക് നേരെ. ഇല്ല ജയ്, ഇല്ല. സാധാരണക്കാരനല്ല. ഇപ്പൊ നീ എന്തിനാ എന്റെ മുന്നിലേക്ക് വന്നത്? സറണ്ടർ ആകാൻ പോവുകയാണോ? രക്ഷപ്പെടുകയാ. എസ്കേപ്പിംഗ് ജയ്. എനിക്കപ്പോഴേ അറിയാമായിരുന്നു, ഒരു ബുള്ളറ്റ് ഈ ബില്ലയുടെ ശരീരത്തിൽ തറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോക്കിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. ബില്ലെ പിടിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജയ്. ഒരു കാര്യം ചെയ്യൂ, എന്റെ കൂടെ വന്നേക്ക്. എന്തു പറയുന്നു? പിന്നെ നമ്മളെ പിടിക്കാൻ ആരാ ഉള്ളത്? ജയ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. We can rule the world. No. Can ya? No. Look here, Billa. മര്യാദയ്ക്ക് തോക്ക് താഴെയിട്ട് സറണ്ടർ ആകുക. നിനക്ക് നീ രക്ഷപ്പെടാൻ കഴിയില്ല. നോക്ക്, നിന്റെ കോലം നോക്ക്. അത് സാരമില്ല ജയ്. ഐ എം സ്റ്റിൽ സെക്യൂർഡ്. നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ പുറകിൽ റിലാക്സ് ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയന്നിരിക്കാ നീ. ഭയമോ? അതെ. എനിക്കോ? നിങ്ങളാണ് ഇപ്പൊ ഭയന്നിരിക്കുന്നത്. തോക്ക് നിന്റെ കയ്യിലല്ലേ, അപ്പോ ആർക്കാ ഭയം? വേണ്ടമില്ല, നിന്റെ വിജയങ്ങൾ അവസാനിച്ചു. ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത് ജയ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുവരെ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും, എന്തിന് ഓരോ ക്ഷണവും ഞാൻ തന്നെ വാർത്തെടുത്തതാണ്. അത് വേറൊരാൾക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. നിന്റെ അന്ത്യം ഞാൻ നിമിത്തമാകാനായിരുന്നു വിധി. എന്തായി കാര്യങ്ങൾ? ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഉറങ്ങിയായിരുന്നോ? ഇല്ല സാർ. പിന്നെ ഒരു കാര്യം, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. അല്ല സാർ, ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീസ് വെയിറ്റിംഗ് ഫോർ യു. മിസ്റ്റർ ജയ്, നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. മലയാളം അറിയാമോ? നന്നായി അറിയാം, മലയാളിയാണ്. ഓ. ആൻഡ് യു? സ്പെഷ്യൽ ഓഫീസർ അനിൽ മേനോൻ ഫ്രം ബുക്കിമല. മലേഷ്യ? യെസ് സർ. ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് മിസ്റ്റർ ജയപ്രകാശ്, ചെന്നൈ ക്രൈം ബ്രാഞ്ച്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിവേ, വലിയൊരു കാര്യം ചുരുക്കി ചോദിക്കട്ടെ മിസ്റ്റർ ജയ്, ബില്ല് എവിടെ? എന്താ മിസ്റ്റർ ജയ്, ഈ ചുരുക്കിയ ചോദ്യം വലുതായി പറയാനാണെങ്കിൽ, ബില്ലിയുടെ കേസ് നിങ്ങളാണ് ഹാൻഡിൽ ചെയ്തു, നന്നായി എക്സിക്യൂട്ട് ചെയ്തു. ബട്ട് അല്പം കൺട്രോൾ വിട്ടുപോയി, അതാ ഞാൻ വന്നത്. ഞാൻ സഹായം ആവശ്യപ്പെട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടു. ബില്ല കേസ് ഹാൻഡിൽ ചെയ്യാനുള്ള എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നത്തിങ് ടു വറി.
ഐ നെവർ വറി. ഓക്കെ, ബില്ലിയുടെ കേസ് ഫയൽ എനിക്ക് കാണണം. അനിൽ, യെസ് സാർ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, അല്പം പേഴ്സണല്ല. ഷുവർ. ലുക്ക് മിസ്റ്റർ ഗോകുൽനാഥ്, ഈ കേസ് എന്റേതാണ്. ഇതിനു വേണ്ടി ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഇതുവരെ ഞാൻ ഈ കേസ് നീറ്റായിട്ടാ ഹാൻഡിൽ ചെയ്യുന്ന. നിങ്ങൾ പറയുന്നത് പോലെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ബില്ല ഒരു ക്രിമിനലാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ ദെൻ. എന്നാൽ ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ എന്ന് പറയുന്നതിനാണ് എപ്പോഴും സ്ട്രെങ്ത് കൂടുതൽ. ട്രസ്റ്റ് മീ. ഇനി ധൈര്യമായിട്ട് പറയൂ, എന്താ നടന്നത്? ബില്ല രക്ഷപ്പെട്ടു. പിടിച്ചോളാം. Mengenai penjenayah paling dikehendaki iaitu David Bilal. Untuk makluman, bersama kita pada hari ini adalah Mr. J dan juga Mr. Gokulnath. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. ഒരു രഹസ്യ താവളത്തിൽ വെച്ച് ബില്ല ആയുധങ്ങൾ കൈമാറാൻ പോകുന്നുവെന്ന്. ഞങ്ങൾ അവിടെ എത്തി അവനെ പിടികൂടാനുള്ള ശ്രമം നടത്തി. പക്ഷെ ബില്ല രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഞങ്ങൾ സീസ് ചെയ്തു. അതിന്റെ മൂല്യം കണക്കാക്കിയാൽ ഏകദേശം $10 മില്യൺ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ബില്ലയെക്കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മീഡിയ വിളിച്ചറിയിക്കാം. താങ്ക് യു. സർ, ബില്ല ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? മരിച്ചിട്ടില്ല. എപ്പോഴാ ബില്ലെ പിടിക്കുക? എക്സ്ക്യൂസ് മീ. സൂൺ. ഉടനെ തന്നെ ബില്ലയെ കണ്ടെത്തും ഞങ്ങൾ. അതിന് ജനങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ബില്ലയെക്കുറിച്ച് ആർക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഉടനെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പ്ലീസ്, ഐ റിക്വസ്റ്റ്.